എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രൂണോയിൽ ഡൈജസ്റ്റ് ഒതൻറ്റിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന API ഹിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന APIയുടെ എൻഡ് പോയിന്റ് ഇതാണ്. HTTP മെത്തേഡ് ഗെറ്റ് ആണ്. അതുപോലെ API റിക്വസ്റ്റ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൈജസ്റ്റ് ഒതൻറ്റിക്കേഷൻ ചൂസ് ചെയ്തിട്ട് യൂസർ നെയിമിൻ്റെ വാല്യൂ പോസ്റ്റ്മാൻ എന്നും അതുപോലെ പാസ്വേഡിൻ്റെ വാല്യൂ പാസ്വേഡ് എന്ന് കൊടുക്കണം. അതിനുശേഷം മാത്രമാണ് ഈ API ഹിറ്റ് ചെയ്താൽ പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രൂണോയുടെ ലേറ്റസ്റ്റ് വെർഷനായ 1.3.0 വെർഷൻ തൊട്ടേ ഡൈജസ്റ്റ് ഒതൻറ്റിക്കേഷൻ വർക്ക് ആവുള്ളൂ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ഈ ഒരു പർട്ടിക്കുലർ ലിങ്കിൽ നിന്ന് നിങ്ങളുടെ OS അനുസരിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഈ പർട്ടിക്കുലർ റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലോൺ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഗിറ്റ് പുൾ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്ത് ലേറ്റസ്റ്റ് ചേഞ്ചസ് ഫെച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ ബ്രൂണോ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓതറൈസേഷൻ എന്നതിൻ്റെ അകത്ത് ഒരു പുതിയ റിക്വസ്റ്റ് ആഡ് ചെയ്യുവാണ്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ റിക്വസ്റ്റ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ റിക്വസ്റ്റിന് ഡൈജസ്റ്റ് ഓത്ത് എന്ന് പേര് കൊടുക്കുവാണ്. ഇനി ഞാനിവിടെ HTTP മെത്തേഡ് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ഗെറ്റ് ആയതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി ഞാൻ ഹിറ്റ് ചെയ്യേണ്ട റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യുവാണ്. APIയുടെ എൻഡ് പോയിന്റ് ഇതാണ്. അത് ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ക്രിയേറ്റ് എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുവാണ്. ഇനി ഞാൻ ഈ API ഓത്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാതെ ഹിറ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പം സെർവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ ഹിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം അൺഓതറൈസ്ഡ് എന്ന് പറഞ്ഞ് ഒരു റെസ്പോൺസ് 401 സ്റ്റാറ്റസ് കോഡാണ് വന്നിരിക്കുന്നത്. അതായത് ഈ API റിക്വസ്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനുള്ള സപ്പോർട്ടില്ല. അപ്പം നമുക്ക് ഈ API ഡൈജസ്റ്റ് ഒതൻറ്റിക്കേഷൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം ഓത്ത് എന്ന ടാബിൽ പോയി ഈ നോ ഓത്ത് എന്നുള്ള വാല്യൂ മാറ്റി ആ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഡൈജസ്റ്റ് ഓത്ത് എന്നുള്ള വാല്യൂ സെലക്ട് ചെയ്യുക. അതിനുശേഷം യൂസർ നെയിം എന്ന ടെക്സ്റ്റ് ബോക്സിനകത്ത് യൂസർ നെയിമായ പോസ്റ്റ്മാൻ എന്നും പാസ്വേഡ് എന്ന ടെക്സ്റ്റ് ബോക്സിനകത്ത് പാസ്വേഡിൻ്റെ വാല്യൂ ആയ പാസ്വേഡ് എന്നും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം റിക്വസ്റ്റ് സെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഇത്തവണ 200 OK എന്നുള്ള സ്റ്റാറ്റസ് കോഡ് വന്നിട്ടുണ്ട്. ഒതൻറ്റിക്കേറ്റഡ് ട്രൂ എന്നുള്ള JSON റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡൈജസ്റ്റ് ഒതൻറ്റിക്കേഷൻ ബ്രൂണോയിൽ ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രൂണോയുടെ വേർഷൻ 1.3.0 ആയിരിക്കണം. നിങ്ങൾക്ക് കാണാം ഇവിടെ ബോട്ടം ലെഫ്റ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം വേർഷൻ 1.3.0 എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ വെർഷനാണ് ഡൈജസ്റ്റ് ഒതൻറ്റിക്കേഷൻ ബ്രൂണോയിൽ കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ. അപ്പം ഡൈജസ്റ്റ് ഒതൻറ്റിക്കേഷൻ എങ്ങനെയാണ് ബ്രൂണോ ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സിന് തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. Thanks for watching and keep learning.